ഹലോ എവരിവൺ, എല്ലാവർക്കും അലിയൻസ്വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ അതിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല വാഹനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ തേടിപ്പിടിക്കുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിന്നെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ, എല്ലാ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ, മോഡല്, പിന്നെ ടയേഴ്സ്, അങ്ങനെ ഒരുപാട് കാണിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു ഷോറൂമിലാണ്. അതായത് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്ത്, അതായത് ട്രിവാൻഡ്രം റൂട്ട് തന്നെയാണ്. അവിടെ നിലമേൽ എന്ന സ്ഥലത്ത് ശബരിഗിരി സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം, കണ്ടറിയാം. ഇപ്പം ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ തന്നെ നമുക്ക് കണ്ടാലറിയാം. എല്ലാം നല്ല പുതുപുത്തൻ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വാഹനങ്ങളാണ് ഇവർ എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ റേറ്റ് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം നമുക്ക് ഇവിടുത്തെ ഓണറിൻ്റെ കൂടെ, മുതലാളിയുടെ കൂടെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണറായ നമ്മുടെ സുധീർക്ക് ഇന്നത്തെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് സുധീർ. നമ്മളെ ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിലമേൽ ശബരി സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ, നമുക്ക് ഈ വണ്ടിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. ഇത് 2016 ഡിസംബർ 2017 1-ാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. VXI ആണ്, സ്വിഫ്റ്റ് VXI. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് VXI 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം ഉള്ള വണ്ടിയാണ്. പവർ വിൻഡോസും അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ചേട്ടാ, അപ്പം നമ്മുടെ ഈ സ്വിഫ്റ്റ് VXI എത്ര രൂപയ്ക്ക് കൊടുക്കും? അത് ഇത് നമ്മളെന്ന് പറയുമ്പോൾ 5.25 5.25. ഓക്കെ. ഇത് സി സി ഫിനാൻസ് സൗകര്യം ഉണ്ട് അല്ലേ? ഫിനാൻസ് സൗകര്യം എന്ന് പറയുമ്പോൾ ഇൻഡസ് ബാങ്ക് ഉണ്ട്, HDC അങ്ങനെയുള്ള ബാങ്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇത് 5.25 ഉദ്ദേശിക്കുന്ന വണ്ടി 4 രൂപ ലോൺ കിട്ടുന്നതായിരിക്കും. 4.5. ഓക്കെ. ചേട്ടാ, അപ്പം മുമ്പ് ആക്സിഡൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ അങ്ങനെ അതൊക്കെ എടുക്കും? ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി? ആക്സിഡൻറ്റ് വണ്ടി നമ്മൾ എടുക്കില്ല ഇവിടെ. അതെങ്ങനെ? ഷോറൂം തിരക്കിയിട്ട് ഹിസ്റ്ററി കംപ്ലീറ്റ് നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കും. അങ്ങനെയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കൂടുതൽ നമ്മളിവിടെ എടുക്കുന്നത്, കൊടുക്കുന്നത്. 2016-2017 മോഡലാണ്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? ഇതാകുമ്പോഴത്തേക്ക് 40,000 കിലോമീറ്ററാണ്. 40,000? അതെ. ഓക്കെ. അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. VDI ആണ് വണ്ടി. 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പവർ സ്റ്റിയറിംഗ്, AC ഇത്രയാണ് ഇതിനകത്തുള്ളത്. ടയറുകളെല്ലാം 4 പുത്തൻ ടയറാണ്. ടയർ തീർന്നായിരുന്നു, അത് 4 പുത്തൻ ടയർ നമ്മൾ മേടിച്ചിട്ടാണ്. ഏത് മോഡൽ വണ്ടിയാണ് ഇത്? 2013 ആണ്. 2013 6-ാം മാസം വണ്ടിയാണ്. 6-ാം മാസം. സിംഗിൾ ഓണറാണ്. ഇത് ഇപ്പം എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് റേറ്റ്? ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ? അതെ. ഓക്കെ. അത് ഫിനാൻസ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 രൂപ ഫിനാൻസ് 3.5 കിട്ടും. ഏതൊക്കെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഡസ് ബാങ്ക്, HDC. ഓക്കെ. എല്ലാ ബാങ്കും ചെയ്യുന്നു? എല്ലാ ബാങ്കും ചെയ്യുന്നു. ഏത് മോഡലായിരുന്നു? 2013 മോഡലാണ്. 71,000 കിലോമീറ്ററാണ്. 71,000. ഫസ്റ്റ് ഓണറാണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പവർ സ്റ്റിയറിംഗ് ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. VDI ആണ് ഓപ്ഷൻ. ഇത് ഡീസലാണോ? ഡീസലല്ലേ? ഓക്കെ. ഇത് സ്വിഫ്റ്റ് VXI ആണ്. 2016 11-ാം മാസം വണ്ടിയാണ്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 16,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 16,000. അപ്പം എങ്ങനെയാണ് റേറ്റ്? ഫസ്റ്റ് ഓണറാണ്. പിന്നെ 2016 11-ാം മാസം വണ്ടിയാണ്. VXI. ഇപ്പോൾ റേറ്റ് ഫിനാൻസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 5.20 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5.20? അതെ. റിവേഴ്സ് ക്യാമറ, സീറ്റ് ഓവർ, റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ ഉണ്ടല്ലേ? ഓക്കെ. 5.20 അല്ലേ? 5.20. ഫിനാൻസ് ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 4 രൂപ കിട്ടും അല്ലേ? ഓക്കെ.
വണ്ടി ഇപ്പം പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഗൾഫിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ എയർപോർട്ട് വരെ വണ്ടി കൊണ്ട് കൊടുക്കും. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പം വണ്ടി ഈ കാണുന്നതും കൂടുതൽ അതെ. അങ്ങനെ ഇതുവരെ മുമ്പ് പോകാറുണ്ടോ? നേരത്തെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5ാമത്തെ വണ്ടിയാണ് എയർപോർട്ടിൽ കൊടുക്കുന്ന വണ്ടി. എയർപോർട്ടിൽ, അതായത് പ്രവാസികളാണെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതെ അവിടെ നമ്മൾ കൊണ്ട് എത്തിക്കണ്ടല്ലോ. എത്തിക്കും. ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഇത് 2016 VDI സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. 2 എയർ ബാഗ്, ABS എല്ലാം ഉള്ള വണ്ടിയാണ്. ABS ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് 4 പുത്തൻ ടയറാണ്. ഇത് കിലോമീറ്റർ 67,000 കിലോമീറ്ററാണ്. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര റേറ്റിന് കൊടുക്കാൻ? ഇത് നമ്മൾ 5,75 ആണ് ഉദ്ദേശിക്കുന്നത്. 5,75. അതെ. അപ്പോൾ ഫിനാൻസ് വരുമ്പോഴത്തേക്ക് 4 സംതിങ് വരുമല്ലോ. 4 രൂപ വരെ ഫിനാൻസ് കിട്ടും. 5 രൂപ വരെ ഫിനാൻസ് കിട്ടും. ഓക്കെ ഓക്കെ. നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞല്ലോ ഈ പ്രവാസികൾക്ക് അത് ഏത് റേറ്റിലുള്ള വാഹനങ്ങളായാലും നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും എയർപോർട്ടിൽ. അതെ അതെ. ഏത് റേറ്റിനുള്ള അവർ ഇഷ്ടപ്പെടുന്ന മോഡൽ ഏതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകൾ അങ്ങനെ. അതെ. ഏത് വണ്ടിയായാലും നമ്മളവിടെ കൊണ്ടുകൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വണ്ടികളാണ് കൂടുതൽ എടുക്കുന്നത്. അതിപ്പം ഞാൻ എല്ലാം കറക്റ്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ മറ്റുള്ള വാഹനങ്ങൾ ബാക്കിയെല്ലാം കാണിച്ചപ്പോൾ തന്നെ നമുക്ക് കാഴ്ചയിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വാഹനം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ബാക്കിയുള്ള അടുത്ത ഈ വണ്ടിയുടെ ഇത് വാഗണറാണ്. 2018 മോഡൽ. 2018. ഫസ്റ്റ് ഓണറാണ്. VXI വണ്ടിയാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ കണ്ടീഷൻ വണ്ടിയാണ്. ഇതിപ്പം ഫുൾ ഓപ്ഷൻ ആണോ? വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് എങ്ങനെ റേറ്റ് എങ്ങനെ? ഇതാകുമ്പോഴത്തേക്ക് 4,35 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4,35. അതെ. ഓക്കെ. ഇവിടെ ഏകദേശം എത്ര രൂപ മുതൽ അവൈലബിൾ? 4 ലക്ഷം രൂപ ലോൺ. അല്ല, മറ്റുള്ള വാഹനങ്ങൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് എത്ര രൂപ? 2 ലക്ഷം രൂപ തൊട്ട് നമ്മളിവിടെ വാഹനമുണ്ട്. 2 ലക്ഷം രൂപ മുതലാണ്. അത്യാവശ്യം നല്ല വണ്ടി, നല്ല കണ്ടീഷൻ. ആക്സിഡന്റ് വണ്ടി നമ്മൾ എടുക്കില്ല. അതിപ്പോ നമ്മൾ നിർബന്ധമാണ്. നമ്മൾ അത് നിങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ. ഇത് പിന്നെ അൾട്ടോ കേട്ടനാണ്. VXI ആണ് വണ്ടി. സെക്കൻഡ് ഓണറാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ടയർ 4 പുതിയതാണ്. പിന്നെ ക്യാമറ, LCD സെറ്റ് എല്ലാം ഉള്ള വണ്ടി. കേട്ടനാണ് വണ്ടി. റേറ്റ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ? ഇത് 2,10 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2,10. പിന്നെ നെഗോഷ്യബിൾ ആണ്. ഇത് 2015 വാഗണറാണ്. VXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ 36,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓണറാണ്. 4 ടയർ എല്ലാം ഉള്ള. സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 100% വിശ്വസിച്ച് മേടിക്കാതെ. ഓക്കെ. ഇത് എങ്ങനെയാണ് റേറ്റ്? ഇത് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 365 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 365 കിട്ടും. അതെ. ഓക്കെ. പിന്നെ ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓൾറെഡി ലോണല്ലേ? 3 ലക്ഷം രൂപ കിട്ടും. ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ. ഇത് സ്വിഫ്റ്റ് VDI ആണ്. 2013 വണ്ടിയാണ്. 2013 VDI ആണ്. ഡീസലാണ് വണ്ടി. ഓക്കെ. സെക്കൻഡ് ഓപ്ഷനാണ്. സെക്കൻഡ് ഓണറാണ്. ഓക്കെ. പിന്നെ LCD എല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിപ്പോൾ റേറ്റ് സ്ക്രീനും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. റേറ്റ് എങ്ങനെ? ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ. ഇതിപ്പം എക്സ്ചേഞ്ചിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇത്ര അതെ എത്ര കിലോമീറ്റർ ഇത്ര മോഡൽ അനുസരിച്ചിരിക്കും. അതെ. ബാക്കി റേറ്റും കൂടെ നമ്മൾ പേ ചെയ്ത് നമുക്ക് എടുക്കാം. എക്സ്ചേഞ്ച് ഇവിടെ ഉള്ളതാണല്ലേ? ഓക്കെ. ഏത് വണ്ടിക്ക് എക്സ്ചേഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇതെങ്ങനെ? ഇതിന്റെ റേറ്റ് എങ്ങനെ? ഇത് 4 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ചേട്ടാ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ പേപ്പറുകൾ ഇവിടെ കൊണ്ടുവരണം? അത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെ പേപ്പറുകൾ?
ഇവിടെ കൊണ്ടുവരേണ്ടുള്ള പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാറിൻ്റെ കോപ്പി, ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, പിന്നെ 4 ചെക്ക്, ഇത്രയാണ്. ക്യാഷ് മതി. ആധാറിൻ്റെ കോപ്പി പേര് മാറിയാണ് നമ്മൾ കൊടുക്കുന്നത്. പേര് മാറിയാണ് കൊടുക്കുന്നത്. അത്രയാണ്. അത് പേര് മാറി കൊടുക്കുന്നു പറയുമ്പോൾ നമ്മൾ 5 ദിവസം കൊണ്ട് പേര് മാറി കൊടുക്കും. നമ്മളിവിടുത്തെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓണർ വണ്ടികളാണ് കൂടുതൽ എടുക്കുന്നതും കൊടുക്കുന്നതും. പിന്നെ കിലോമീറ്റർ ജെന്യൂനായിരിക്കും. എല്ലാം കമ്പനി സർവീസുള്ള വണ്ടികളാണ്. ഇവിടെ സംബന്ധിച്ച് എല്ലാം കമ്പനി സർവീസും കാര്യങ്ങളും ഉള്ള വണ്ടി നമ്മൾ എടുക്കും. ഒരു ടച്ചിങ് പോലുള്ള വണ്ടി നമ്മൾ അപൂർവമാണ് എടുക്കുന്നത്. അത്രയും നീറ്റായിട്ടാണ് നമ്മളെ വണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് 100% വരുന്ന കസ്റ്റമറിന് മേടിക്കാം. മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഷോറൂം ഡീറ്റെയിൽസ് എടുക്കും അല്ലേ? അതെ, നമ്മൾ എല്ലാത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് വരുന്നതും അത് കസ്റ്റമറിന് കൊടുക്കുന്നതും. ഒരു കസ്റ്റമർ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ബന്ധു ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ തിരിച്ച് രണ്ടാമതും വരുന്നതായിരിക്കും. അത്രയും നീറ്റാണ് നമ്മൾ. ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അഥവാ ഇത് ഷോപ്പ് ക്ലോസ് ആണെങ്കിൽ ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം വരും. എന്തായാലും വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും വരെ